സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ മോചനങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെളുപ്പൻമുദ്രകൊണ്ട് ഇവർ അലങ്കരിക്കുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്നും നീക്കിക്കൊള്ളുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നികളുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരവലങ്ങളായ സുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാലനയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം തമ്പുരാൻ ഇവരെ സംരക്ഷിച്ചുകൊള്ളട്ടെ. പാപമായ ഭാഗത്ത് നിന്നുള്ള മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കൾ ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നദ്ധയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹങ്ങൾ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ ബലഹീനവും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹ സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തനങ്ങളെന്ന സൗഭാഗ്യം അവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള വിശ്വാസം അവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സകാശ ചെയ്യുവാനും ഇവരുടെ മക്കൾക്ക് വചനാവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീമായാൽ ഈ മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവരെ ഞങ്ങളെല്ലാവരുടെ മേൽ നിന്റെ കരുണ വർഷിക്കുകയും ചെയ്യണമേ. ഓശോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ 30-60-100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. ജയമുള്ള സ്ത്രീക രാവും പകലും നിങ്ങളോട് സ്ത്രീയിട്ട് ദുഷ്ടനിൽ നിന്നും അവൻ സൈനികളിൽ നിന്നും നിങ്ങളെ കാത്തോടെ ചെയ്യുമാറാകട്ടെ.
സ്നേഹിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സഹോദര ശ്രേഷ്ഠ വൈദികരെ, സ്നേഹിക്കപ്പെടുന്ന ബെൻസൺ ആൻഡ് രമ്യ, ഈ അനുഗ്രഹകരമായ ശുശ്രൂഷയിൽ ദൈവം നമുക്ക് പങ്കാളികളാകുവാൻ തന്ന അവസരത്തിനാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ക്രിസ്തുവിൽ സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യും. മനുഷ്യൻ്റെ വളർച്ചയിൽ ഓരോ കാലഘട്ടത്തിലും ദൈവം അനുഗ്രഹങ്ങൾ സമൃദ്ധമായി തരാറുണ്ട്. ഇന്നലെ മധ്യവയസ്കനായ ഒരു മനുഷ്യൻ്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കുവാനിടയായി. ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് മുമ്പോട്ട് യാത്ര ചെയ്യുക. റോമാലേഖനം 8-ാം അധ്യായം 28 ഓർപ്പിക്കുന്നത് പോലെ എല്ലാം നന്മയ്ക്കായിട്ട് ദൈവം ചെയ്യുന്നു. whatever we receive, whatever happened, whatever is going to happen, everything is for good. എല്ലാം ദൈവം നന്മയ്ക്ക് വേണ്ടി തന്റെ മക്കൾക്ക് ചെയ്യുന്നുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കണം. അതുകൊണ്ട് തന്നെ ഈ വിവാഹം അറേഞ്ച്ഡ് മാരേജ് or love marriage എങ്ങനെയായാലും ഇറ്റ്സ് എ വിൽ ഓഫ് ഗോഡ്. യു ഹാവ് ടു അക്സെപ്റ്റ് ദ റിയാലിറ്റി. അമേരിക്കയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് more than 41% of children are parentless or they are having single parent. നമ്മുടെ സാംസ്കാരികമായി വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു രാജ്യമെന്നും നമ്മൾ പറഞ്ഞു അവിടെ കുടിയേറി പാർക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിൻ്റെ സ്ഥിതിവിശേഷമാണ്. അതേസമയം എൻ്റെ കൂടെ പഠിച്ച സറാഫുദ്ദീൻ വേണ്ടിയാണ് പറയുകയായിരുന്നു. യു ആർ സ്റ്റഡിങ് ദെയർ ഇൻ അമേരിക്ക. കോൺഫറൻസിൽ സംസാരിച്ചു. എൻ്റെ പേരൻസ് വിവാഹം കഴിച്ച് 35 വർഷമായി. അവരോട് ചോദിച്ചു, സ്റ്റിൽ ദേ ആർ സ്റ്റേയിങ് ടുഗദർ 30 years with the same partner. അവരെ സംബന്ധിച്ച് ഇറ്റ്സ് എ മിറക്കിൾ. നമ്മെ സംബന്ധിച്ച് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭ വിശ്വസിക്കുന്ന വിവാഹം, ആ വിവാഹത്തിൻ്റെ ആഢ്യത, ഇൻറ്റഗ്രിറ്റി ആൻഡ് ദ വാലിഡിറ്റി ഓഫ് ദ മാരേജ്, അത് പലപ്പോഴും നമ്മൾ പൂർണ്ണമായി ഗ്രഹിക്കാതെ പോകുന്നു എന്നുള്ളത് ഒരു പരാജയമാണ്. ഞാൻ ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ഉദാശയുടെ ഈ ലിറിക്സ് ഒന്നും അത്ര വലിയ കാണുന്നില്ല അല്ലേ? വേർഡിങ്സ് എപ്പോഴെങ്കിലും ഇത് വായിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. സോ ദാറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. whenever you are getting free time, ഹണിമൂണോ കഴിഞ്ഞിട്ട് sit together. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻസ് is available. Sit together, read. Every word is taken from Bible. Try to find what is the reality, what is the meaning of the marriage according to the Bible and the teaching of our fathers. ഒരു കാര്യം മാത്രം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്ന വേദഭാഗം സെന്റ് മാത്യു ചാപ്റ്റർ 19. അതിനകത്ത് ഒരു കാര്യം പറയുന്നു, a man will leave his father and mother and be united to his wife and the two will become one എന്നാണ് പല വേർഷൻ, one എന്നല്ല, to become one flesh. So we are stressing that point. Many English translations giving they are become one, not one becoming one flesh. ഒരു ശരീരമായി തീരുന്നു എന്നുള്ളതാണ് ഓർത്തഡോക്സ് പഠിപ്പിക്കുന്നത്. മാരേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ പ്രൊസീജിയർ ടു യുണൈറ്റ് എ മാൻ ആൻഡ് വുമൺ. ഒരു പുരുഷനെയും സ്ത്രീയും തമ്മിൽ യോജിപ്പിക്കാനുള്ള ഒരു പരിപാടിയൊന്നും അല്ല ഓർത്തഡോക്സ് സഭയിൽ വിവാഹം. എന്താ കാരണം? വി ആർ വൺ ഇൻ ക്രൈസ്റ്റ്. വി ആർ ഓൾറെഡി വൺ ഇൻ ക്രൈസ്റ്റ്. വി ആർ ഷെയറിംഗ് ഫ്രം ദ സെയിം കപ്പ്. വി ആർ ഷെയറിംഗ് ഫ്രം ദ സെയിം ബ്രെഡ്. വി ആർ വൺ ഇൻ ക്രൈസ്റ്റ്. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റൊരു ഡിനോമിനേഷൻ നമ്മളൊരു പാർട്ട്ണറെ എടുത്താലും നമ്മുടെ സഭയുടെ ആചാരത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമേ ഒരു ഓർത്തഡോക്സുകാരി വിവാഹം കഴിക്കുകയുള്ളൂ. ഒരു ഓർത്തഡോക്സുകാരി വിവാഹം കഴിക്കില്ല. എന്താണ് കാരണം? ഫസ്റ്റ് യു ഹാവ് ടു ബിക്കം വൺ ഇൻ ക്രൈസ്റ്റ്. അഗൈൻ ത്രൂ ദ മാരേജ് ദ ചർച്ച് ഈസ് ഡിക്ലെയറിംഗ് മോർ യൂണിറ്റി ഇൻ ക്രൈസ്റ്റ്, റെക്കഗ്നൈസിംഗ് യുവർ യൂണിറ്റി ഇൻ ക്രൈസ്റ്റ്. ഒരാൾ ഒരു ഇൻഡിവിജ്വൽ പേഴ്സ്പെക്റ്റീവിൽ അത് വളരെ ഈസിയാണ് കർത്താവുമായിട്ട് അടുത്ത് ജീവിക്കാൻ. പക്ഷെ രണ്ടുപേർ ഒരുമിച്ച് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ പറഞ്ഞാൽ ഇറ്റ്സ് എ ഹെർബൂലിയൻ ടാസ്ക്. അതിന് നമ്മൾ തമ്മിൽ ഒരു അതുകൊണ്ടാണ് പറയുന്നത്, ടുഡേ ഓൺവേർഡ്സ് യു വിൽ ബിക്കം വൺ ഫ്ലഷ്. ലോകപ്രകാരം നിങ്ങൾ രണ്ട് വ്യക്തികളാണ് ജീവിക്കും. പക്ഷേ ചർച്ച് ഈസ് ഗോയിങ് ടു ഡിക്ലെയർ
Bible is going to declare, our Lord's word is declaring, you are becoming fresh, one fresh. For the marriage also they will say, you are two individuals. Church is going to declare, you are going to become one in fresh. That means staying together, feeling together, loving together. ഒരുമിച്ച് ജീവിക്കുന്നു, ഒരുമിച്ച് സ്നേഹിക്കുന്നു, ഒരുമിച്ച് ഒരേ വികാരത്തിൽ, മൂവിങ് ടുഗദർ ദ സെയിം ഡെസ്റ്റിനേഷൻ, ഒരേ ആഗ്രഹത്തിലേക്ക് യാത്ര ചെയ്യുന്നു. അവിടെ കൈയോട് കൈ ചേർന്ന്, മെയ്യോട് മെയ് ചേർന്ന്, ആശയങ്ങളോട് ആശയങ്ങൾ ചേർന്ന്, ചിന്തകളോട് ചിന്തകൾ ചേർന്ന്, വികാരങ്ങളോട് വികാരങ്ങൾ ചേർന്ന് ഒന്നാകുന്ന യൂണിറ്റി. ദാറ്റ് ഈസ് ഓൺലി ഹാപ്പനിങ് ഇൻ ദ ഡിവൈൻ ടേബിൾ. അതുകൊണ്ടാണ് ക്രിസ്തുവില്ലാതെ ഒന്നാകാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നു. നിങ്ങൾ രണ്ടുപേർക്ക് ഇപ്പോൾ ഓരോ മോതിരം തന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ സിംബൽ ഓഫ് ഹിസ് ബോഡി ആൻഡ് ഫ്ലഷ്. കർത്താവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും സിംബലാണ്. Even since the ancient time, the ring is a symbol of authority, is a symbol of agreement, is a symbol of power, is a symbol of stewardship. അത് അധികാരത്തിൻ്റെതാണ്, അത് ശക്തിയുടേതാണ്, അത് കാര്യവിചാരത്തിൻ്റെയാണ്. സ്റ്റുവാർഡ്ഷിപ്പ് ഗർഭിണിയാണ്. രണ്ടാമത് നൽകുന്ന ക്രൗണാണ്. ക്രൗണിൻ്റെ മീനിങ് രണ്ട് മീനിങ്ങാണുള്ളത്. ഒന്നാമത്തേത് ഇറ്റ്സ് എ സിംബൽ ഓഫ് കിങ്ഷിപ്പ്. Who is the real king? Lord. You are sharing the same kingship, becoming queen and the king of the family. അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്ത്യൻ ഹോം ഈസ് എ മിനിയേച്ചർ ഓഫ് ഹെവൻ ഓൺ എർത്ത്. ആ കുടുംബത്തിൽ ഒരു ക്രിസ്ത്യൻ കുടുംബം സ്വർഗരാജ്യത്തിന്റെ പതിപ്പായിരിക്കണം. ഇറ്റ്സ് എ മോഡൽ ഓഫ് ഹെവൻ. അവിടെ ഒരു രാജാവ് ഉണ്ടായിരിക്കണം. അതാണ് വെളിപാട് ദിവസം പഠിപ്പിക്കുന്നത്. സ്വർഗരാജ്യത്തിൽ ഒരു സിംഹാസനമുണ്ട്, ഒരു രാജാവുണ്ട്. ആ രാജാവിന്റെ അധീനതയിൽ അവരുടെ കർത്താവ് അവർ പഠിപ്പിക്കുന്ന, പൗലോസിനെ പഠിപ്പിക്കുന്നത് ക്രിസ്തു തലയാകുന്നു. അതുകൊണ്ട് പൗലോസിനെ പറയാണ് ഹസ്ബൻഡ് ഈസ് ഹെഡ്. അതുകൊണ്ട് ഡോമിനേറ്റീവ് പവർ എന്നല്ല അർത്ഥം. ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ഒരു സ്പോക്ക് പേഴ്സണെ കാണുള്ളൂ. ചില പിടിക്കുന്ന രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കും. ആ ഭവനം നല്ലതല്ല. ഒരു ഭവനത്തിൽ ഒരു ശബ്ദമേ ഉണ്ടാകാവൂ. ഒരു ഭാഗത്തിന് ഒരു തലയെ ഉണ്ടാകാവൂ. രണ്ട് തലയുണ്ടായാൽ പ്രശ്നങ്ങൾ പ്രശ്നമാവും. അതാണ് പല കുടുംബങ്ങളിലെയും പ്രശ്നം. അതുകൊണ്ട് ഹെഡ്ഷിപ്പ്, യു ഷുഡ് അക്സെപ്റ്റ് ദ കിങ്ഷിപ്പ് ഓഫ് ദ ലോർഡ്. രണ്ടാമത് ക്രൗണിന്റെ മീനിങ് ദ സിംബൽ ഓഫ് മാർട്ടിഡം. മാർട്ടിഡം ഈസ് ഓൾവേസ് കണക്റ്റഡ് ടു ദി വിറ്റ്നസിംഗ് ക്യാരക്ടർ. വിറ്റ്നസിംഗ് ക്യാരക്ടർ ഇസ് കണക്റ്റഡ് ടു ഡെത്ത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല, ഐ എന്നുള്ള സംഭവം ഇല്ല. ഈഗോ ഇസ് ഗോയിങ്, വാനിഷിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. സോ വി, ഞങ്ങൾ തന്നെ വാക്കുകളുണ്ട്. ഞാൻ എന്ന് വാക്കിലിനി അതെപ്പോഴും ഓർത്തോണം. ഞാനെന്ന് എപ്പോഴെങ്കിലും തോന്നിയാൽ ഒന്നര ഓർത്തോണം. ഇറ്റ് വിൽ നോട്ട് വർക്ക് ദ ഹോം. എനിക്കുള്ളതെല്ലാം എൻ്റെ ഭാര്യയ്ക്ക് പറയുന്നത് ഇനി മുതൽ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ ശരീരത്തിന്മേൽ ഭർത്താവിനല്ല അധികാരം, ഭാര്യയ്ക്കാണ്. ഇനി മുതൽ ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്കല്ല അധികാരം, ഭർത്താവിനാണ്. എനിക്കുള്ളതെല്ലാം ആര് കൊടുക്കാൻ തയ്യാറാകുന്നു അതാണ് മരണം. നമുക്കുള്ളതെല്ലാം കൊടുക്കാൻ തയ്യാറാകുന്നു അതാണ് മരണം. അവിടെയാണ് ഉയർത്തിന്റെ സന്തോഷം. അത് ക്രിസ്തുവിനോട് മാത്രമേ സാധിക്കൂ. പലരും പഠിപ്പിക്കുന്നുണ്ട് വിവാഹം ഈ ഭൂമിയിലേ ഉള്ളൂ. അങ്ങനെയല്ല. ഓർത്തഡോക്സ് സഭ വിശ്വസിക്കുന്നില്ല. മർക്കോസ് സുവിശേഷം 15:22 5-ാം വാക്യം കൂട്ടിയത് പറയുന്നുണ്ട്, ഉയർത്ത നാളിൽ അവിടെ വിവാഹമില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല, വിവാഹത്തിന് വാങ്ങിക്കുന്നില്ല എന്നൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ വിവാഹം എന്ന് ചിന്തിക്കുന്ന ഒരു കോൺട്രാക്ട് പോലെയാണ് ഇന്ന് ലോകം മുഴുവൻ. അങ്ങനെയല്ല. ഇവിടെ ഒരു മ്യൂച്വൽ എഗ്രിമെന്റ് അല്ല. ഹസ്ബൻഡും വൈഫും തമ്മിൽ there is no